നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് അത്ര വലിയ വരുമാനമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് എണ്ണവില ഇങ്ങനെ തീപിടിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. എണ്ണവില, ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടുണ്ട്. താമസിയാതെ ഇന്ത്യൻ വിപണിയിലും അത് അല്പം പ്രതിഫലിക്കാനാണ് സാധ്യത. ഊട്ടി അത്രയും കുറയ്ക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും പക്ഷേ അപ്പോഴും 50 രൂപ മിനിമം വേണം എന്നാണോ ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്? ഓട്ടോ ചേട്ടന്മാർ പറയുന്നതിലും കഥയുണ്ട് അല്ലേ ഗോകുൽ? അരുൺകുമാർ, തീർച്ചയായും അവർ പറയുന്നതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലെ ഓട്ടോ സ്റ്റാൻഡിലാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് പല തൊഴിലാളികളുടെയും ജീവിതം. ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി കൂടെ രൂപീകരിച്ച് അതുമായി മുൻപോട്ട് പോകുമ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കുറച്ചേറെ ഓട്ടോ ചേട്ടന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പെട്രോളിൻ്റെ വില വർധനവ് വലിയൊരു വിഷയമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി കൂടെ രൂപീകരിച്ചു, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. രാവിലെ കൈനീട്ടം പോലും കിട്ടിയില്ലെന്ന് ചേട്ടനോട് പറയുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം മണിക്കൂറുകളായി വണ്ടികൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഓട്ടോ ഒന്നുമില്ലാതെ നടക്കുകയാണ്. മിനിമം ചാർജിലും വ്യത്യാസമുണ്ട്, അത് കൂട്ടിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. ഓട്ടോ ചാർജ് കൂട്ടണം എന്നാണോ പറയുന്നത്? കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 50 രൂപ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലാ. പഴയ റേറ്റിൽ ഓടാൻ പറ്റുന്നില്ല. അതായത് 62 രൂപ ഡീസലിനായിരുന്നപ്പോൾ, പെട്രോളിൻ്റെ ഡീസലിനായിരുന്നപ്പോൾ വന്ന മീറ്ററാണിത്. 2022 4 വർഷത്തിന് മുമ്പ് കൂട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ വാസ്തവം. ഈ പുതിയ പദ്ധതികളൊക്കെ വരുമ്പോൾ അതും ബാധിക്കുന്നില്ല. സാധാരണ കിഴക്കേക്കോട്ടെ വലിയ തിരക്കുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ പല ഓട്ടോകളും വെറുതെ കിടക്കുക. ഞങ്ങൾ ആരും കൈന്നിട്ട് ഓടിയിട്ടില്ല. ഞങ്ങൾ ഇത്ര നേരം കൊണ്ട് വണ്ടി കിടക്കുന്നില്ലേ? എത്ര മണിക്കൂറായി വണ്ടി കിടന്നിട്ട്? നിങ്ങൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എത്ര മണിക്കൂറിലായി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ ഓടാൻ? കാലത്ത് 6 മണിക്ക് വന്നിട്ട് മണി ഇപ്പം 9:45. നമുക്ക് കൈനീട്ടം ഓടുന്നത് മാത്രമല്ല വിഷയം. ഇവിടെ ഈ ഇത്രയും മാറി മാറി വരുന്ന ഗവൺമെൻറ് മാറുമ്പോഴോ നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാരുടെ അടുത്ത് ഒരു 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ ഓട്ടം പോകുമ്പോൾ കസ്റ്റമർ നമ്മളെ വഴക്ക് പറയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് കൂട്ടിയതിന് ശേഷം ഇത്രയും ദിവസം കൂട്ടിയിട്ടില്ല. 62 രൂപയ്ക്ക് അടിച്ചുകൊണ്ടിരുന്ന ഗ്യാസോ അല്ലെങ്കിൽ 90 രൂപയ്ക്ക് 85 രൂപയ്ക്ക് അടിച്ചിരുന്ന ഡീസലോ പിന്നെ CNGയോ ഇങ്ങനെ ഉപജീവന മാർഗത്തിന് വേണ്ടി എടുത്തൊരു തൊഴിലില്ലാത്തത് കൊണ്ട് സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു തൊഴിലെടുത്ത് പറയുമ്പോൾ ഗവൺമെൻറ് നമ്മളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഓരോ ഗവൺമെൻറ് മാറുമ്പോഴും അവരവരുടേതായ രീതികൾ നോക്കുമ്പോഴും ട്രാൻസ്പോർട്ട് ബസ്, നിത്യോപയോഗ സാധനങ്ങൾ, ഇതെല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ചാർജ് കൂടുന്ന അനുസരിച്ച് നമുക്കും കൂടെ അത് ബാധകമാണ്. അപ്പോൾ നമുക്കും കൂട്ടി തന്നാലും നമ്മളെ മക്കളെ നമുക്ക് വളർത്താൻ കഴിയത്തുള്ളൂ. ഇപ്പം സ്ത്രീകൾക്ക് ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുത്തു, തെറ്റില്ല. പുരുഷന്മാർക്കും കൊടുക്കട്ടെ, തെറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ വരുമാനം അനുസരിച്ച് സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താലേ അവർക്കൊപ്പം നമ്മളും ഈക്വലായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ പറ്റുള്ളൂ.